നാവികസേനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നേവി അവരുടെ കരുത്ത് നമുക്ക് കാണിച്ചു തരികയാണ് തിരുവനന്തപുരം ശംഖുമുഖത്ത്. കായിക അഭ്യാസ പ്രകടനങ്ങളൊക്കെ അവർ കാണിച്ചു തരികയാണ്. നാവിക ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ശംഖുമുഖത്ത് നാവികസേന അവരുടെ അഭ്യാസ പ്രകടനങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ്. സൗത്ത് ഇന്ത്യയിലേക്ക് നാവികസേനയുടെ മുഴുവൻ പടക്കപ്പലുകളും അതുപോലെ എയർക്രാഫ്റ്റുകളും എല്ലാം എത്തുകയാണ്. വലിയ ദൃശ്യ വിരുന്നാണ് ഒരുക്കുന്നത്. ഓപ്പറേഷണൽ ഡെമോൺസ്ട്രേഷൻ 2025 എന്ന പേരിലാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ വിശദമായ വിവരങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. കടലിലും ആകാശത്തും കരുത്തുകാട്ടിയാണ് ഇന്ത്യൻ നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന ഓപ്പറേഷണൽ ഡെമോൺസ്ട്രേഷൻ 2025 അവസാനിച്ചത്. ഇത്തവണത്തെ ഓപ്പറേഷൻ ഡെമോയിൽ 13 യുദ്ധക്കപ്പലുകളും ഒരു അന്തർവാഹിനിയും 32-ൽ പരം യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പങ്കെടുത്തു. രാഷ്ട്രപതിയോട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് MH-60 റോമിയോ ഹെലികോപ്റ്റർ പറക്കലിനിടെ മുൻവശം താഴേക്ക് താഴ്ത്തി സല്യൂട്ട് നൽകി. നിശബ്ദതയുടെയും വിനാശകരമായ ശക്തിയുടെയും പ്രതീകമായ അന്തർവാഹിനി തീരത്തിനടുത്തുകൂടി കടന്നുപോയത് കാണികൾക്ക് നവ്യാനുഭവമായി. 1971 യുദ്ധത്തിൽ പ്രധാന പങ്കുവഹിച്ച കില്ലർ സ്ക്വാഡ്രണിലെ കപ്പലുകൾ ഫ്ലയറുകൾ ഉപയോഗിച്ച് മിസൈൽ വിക്ഷേപണത്തിന്റെ സിമുലേഷൻ അവതരിപ്പിച്ചു. യുദ്ധക്കപ്പലുകൾ തീരത്തിനടുത്തെത്തി W രൂപത്തിലുള്ള മനോവർ നടത്തി. കൂടാതെ ആന്റി സബ്മറൈൻ റോക്കറ്റ് ഫയറിംഗിന്റെ ദൃശ്യങ്ങളും പ്രദർശിപ്പിച്ചു. നാവികസേനയുടെ ഡിമോളിഷൻ വിദഗ്ധർ ശത്രുവിൻ്റെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ച ശേഷം ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വേഗത്തിൽ പിൻവാങ്ങുന്ന സ്മോൾ ടീം ഇൻസർഷൻ ആൻഡ് എക്സ്ട്രാക്ഷൻ ഡെമോ പ്രദർശിപ്പിച്ചു. ഹോക്ക് AJT വിമാനങ്ങൾ ബോംബ് ബേസ്ഡ് മനോവർ ഉൾപ്പെടെയുള്ള കോമ്പാറ്റ് അഭ്യാസങ്ങൾ നടത്തി. വിവിധ എയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള വിമാനങ്ങൾ ഉൾപ്പെടുന്ന കോമ്പോസിറ്റ് ഫ്ലൈ പാസ്റ്റ് ആകാശത്തിന് വർണ്ണപ്പകിട്ടേകി. നാവികസേനയുടെ പരിശീലന കപ്പലുകളായ INS തരംഗിണിയും സുദർശനയും പങ്കെടുത്ത സെയിൽ പാസ്റ്റ് ഡെമോ ശ്രദ്ധയാകർഷിച്ചു. തുടർന്ന് സീ കേഡറ്റ് കോപ്സിലെ കുട്ടികൾ അവതരിപ്പിച്ച ഹോൺപൈപ്പ് നൃത്തം കൃത്യമായ ഏകോപനം വ്യക്തമാക്കിയ കണ്ടിന്യൂറ്റി ഡ്രിൽ, സൂര്യാസ്തമയത്തിന് ശേഷം നടന്ന സൈനിക ചടങ്ങായ ബീറ്റിംഗ് റിട്രീറ്റ് എന്നിവയോടെ പരിപാടികൾ സമാപിച്ചു. രാത്രിയിൽ നങ്കൂരമിട്ട കപ്പലുകൾ ദീപാലങ്കാരം ചെയ്ത് ഫ്ലെയറുകൾ ആകാശത്തേക്ക് തൊടുത്തുവിട്ട് നടത്തിയ വർണ്ണാഭമായ പ്രകടനത്തോടെ ഓപ്പറേഷൻ ഡെമോ 2025 സമാപിച്ചു. കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന സാംസ്കാരിക പരിപാടിയും ചടങ്ങിൻ്റെ ഭാഗമായി നടന്നു. കടലിലെ കരുത്ത് എന്താണ്, എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു നാവികസേനയുടെ ഈ പ്രകടനങ്ങളെല്ലാം തന്നെ. അതെല്ലാം നമുക്ക് ദൃശ്യവിരുന്നാണ് ഒരുക്കിയത്. എങ്ങനെയാണ് നമ്മളെ കടലിൽ സേന സംരക്ഷിക്കുന്നത്, അങ്ങനെ അതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നമ്മുടെ കൺമുന്നിൽ അവർ കാട്ടിത്തന്നത്. തിരുവനന്തപുരത്ത് നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.